അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 7 ആരായിരിക്കും കപ്പ് കൊണ്ടുപോവുക? എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സീസൺ ഇതാണെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെയൊക്കെ സീസണിൽ നമുക്ക് ആര് വിന്നറാവുമെന്ന് നമുക്ക് നേരത്തെ ഒരു പ്രഡിക്ഷൻ ഉണ്ട്. ഈ ആൾ തന്നെ വിന്നറാവും. സെക്കൻഡ് റണ്ണറപ്പിൻ്റെ കാര്യത്തിലേ ഉള്ളായിരിക്കും നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഫാക്ടർ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുന്ന രണ്ട് മത്സരാർത്ഥികളാണ്. എന്തായാലും നമ്മുടെ നെവിൻ ഔട്ടായെന്നും കേൾക്കുന്നു. നെവിന് 5th പൊസിഷൻ ആണെന്നാണ് കേട്ടത്. ഇനി ഫസ്റ്റ് സെക്കൻഡും ആരാണെന്നാണ് നമ്മുടെ ഒരു ഇത്. അതായത് ഷാനവാസ് തേർഡാണെന്ന് എല്ലാവരും ഉറപ്പിച്ച് വെച്ചേക്കുക. ഷാനുവിന് തേർഡ് പ്രൈസേ കിട്ടൂ എന്നുള്ളൊരു ഇതിലാണ് എല്ലാവരും നിൽക്കുന്നത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുമ്പോൾ അനീഷാണ് കേട്ടോ. എനിക്ക് ആദ്യം അനീഷിനെ ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു. എനിക്ക് അനുമോളോടായിരുന്നു കുറച്ച് ആദ്യം ഇഷ്ടം. പിന്നെ എനിക്ക് അനീഷിനോടൊരു ഇഷ്ടം തുടങ്ങി. എനിക്കിപ്പോൾ കപ്പ് കിട്ടണം എന്നൊരാഗ്രഹം നമ്മുടെ ഒരു സാധാരണക്കാരനായ അനീഷിന് തന്നെയാണ്. പക്ഷെ പ്രിഡിക്റ്റബിൾ അല്ല. അതുപോലെ ഷാനവാസും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. ഷാനവാസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്നും ഇന്നും എന്നും ഒരുപോലെ ഇരിക്കുന്ന ഒരാളാണ് ഷാനവാസ്. പക്ഷെ അനീഷ് കപ്പടിക്കണമെന്ന് എന്നെപ്പോലെ തന്നെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഫാമിലി, എൻ്റെ അമ്മ ബൈ ഹാർട്ട് ഫാനാണ് നമ്മുടെ അനീഷിൻ്റെ. സ്കൂളിലെ പിള്ളേരായാലും എല്ലാവരും. കുറച്ച് പേര് അനീഷ് കപ്പടിച്ചു ഓൾറെഡി എന്ന് പറയുന്നു. കുറച്ച് പേര് അനുമോൾ കപ്പടിച്ചു എന്ന് പറയുന്നു. പക്ഷെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. കാരണം പണ്ടത്തെ പോലൊന്നും നമുക്ക് ലീക്കായി വരുന്നതൊന്നും ഇല്ല. എല്ലാവരും ചുമ്മാ ഒരു പ്രഡിക്ഷൻ അങ്ങ് പറയുന്നതാണെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഇതുവരെ ഒഫീഷ്യലായിട്ട് ആരും അറിഞ്ഞിട്ടില്ല എന്താണെന്നുള്ള കാര്യം. ലീക്കാവാൻ സാധ്യതയും കുറവാണ്. ഇനി എന്തായാലും നമുക്കറിയാം, കുറച്ച് സമയത്തിനുള്ളിൽ ആരായിരിക്കും കപ്പടിക്കുന്നത് നമുക്കറിയാം. അനീഷോ അനുമോളോ ഡിസർവിങ് ആയിട്ടുള്ള ആർക്കാണെന്ന് വെച്ചാൽ കിട്ടട്ടെ. കാരണം ആർക്ക് കപ്പടിച്ചു കഴിഞ്ഞാലും നമുക്ക് സന്തോഷം. ഇത്രയും നാൾ ആരെയും കുറ്റം പറയാതെ അവിടെ പിടിച്ചു നിന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അദ്ദേഹം ജയിക്കണമെന്ന് എനിക്കൊരുപാട് ആഗ്രഹമുണ്ട്. എന്നെപ്പോലെ ഒരുപാട് സാധാരണക്കാർ ആഗ്രഹിക്കുന്നുമുണ്ട്. അതങ്ങനെ ആവട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം.